ഹലോ ഗൈസ്, ഇന്ന് ഞാനും സാന്ദ്രയും കോളേജിലോട്ട് പോവാണ്. നമുക്കൊരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാനായിട്ടാണ് നമ്മൾ കോളേജിലോട്ട് പോകുന്നത്. ദിവ്യ ഉണ്ട്, പക്ഷേ ദിവ്യ കോളേജ് ഡയറക്റ്റ് വരാമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കോളേജിൽ സബ്മിറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റുഡിയോയിൽ പോയി കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും ഇന്നത്തെ പരിപാടിയാണ്. ഗൈസ്, ദിവ്യ 11 മണിക്ക് നമ്മളടുത്ത് ഇറങ്ങാൻ പറഞ്ഞത്. നമ്മൾ ബസ്സൊക്കെ കയറി ഇപ്പം തന്നെ 12 മണിയായി. ഇപ്പം 12:30 മണിയായി ഇവിടെ എത്തിയപ്പോ. കുറെ നേരം നിന്ന് അവക്ക് വിശക്കുന്ന അവളങ്ങനെ വേറെ ഏതാ കടയിൽ കയറി തിന്നാനായിട്ട്. അവക്ക് വിശപ്പിന്റെ അസുഖം വന്ന അവക്ക് ഭ്രാന്താണ്. പുതിയ കടയൊക്കെ വന്നു. പഴയ കടയിൽ ഇതൊരു തിരിഞ്ഞു നിർത്തില്ല. അപ്പോഴേക്ക് സുഖം. അതാണ് പഴയ കടയിലൂടെ നമ്മൾ മൊത്തം കേറി കഴിച്ചിട്ടില്ല ഇതുവരെയായിട്ട്, മൊത്തം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പോഴാണ് പുതിയ കട. സത്യം പറഞ്ഞ കൊല്ലത്ത് എവിടെയൊക്കെ ആ സ്ഥലങ്ങളൊന്നും നോക്കില്ല. നമ്മള് 3 വർഷം ഇവിടെ പഠിച്ചെന്നൊക്കെ പറഞ്ഞാലും ചുമ്മാ നമ്മൾ അങ്ങനെ എല്ലായിടത്തൊന്നും പോയിട്ടൊന്നുമില്ല. ഭയങ്കര പ്ലാനിങ് ഒക്കെ. അപ്പോഴേ ഏതെങ്കിലും ബസ്സിൽ കയറാം, ആ കുഗ്രാമത്തിലോട്ട് ചെല്ലല്ല. എപ്പോഴും ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. കോളേജ് ജംഗ്ഷനിൽ വന്നിട്ട് അടിച്ച് പൊളിക്കണം, കടകളിലൊക്കെ ഒരു തിന്നണം, കറങ്ങണം. അവസാനം ഒരു തേങ്ങയും നടന്നില്ല. പോണെങ്കിൽ അഥവാ പോണെങ്കിൽ ആർത്തിമ്പാടി പോവും, തീ പാർക്കിൽ പോവും. ഇതൊക്കെ തന്നെ. എന്താ അഭിനയം, അഭിനയിച്ചൊക്കെ മറിക്കുമോ? അതെന്താണ് സാന്ദ്ര ഇത്? എനിക്ക് ഗൈസ്, നമ്മൾ അസൈൻമെന്റ് കൊടുക്കാനായിട്ട് നടക്കുകയാണ്. അസൈൻമെന്റ് കൊടുത്തിട്ട് നമ്മൾ എവിടെ പോകുന്നു? നമ്മൾ പച്ച ബസ്സിൽ പോകണോ അതോ ഓട്ടോയിൽ പോകണോ എന്നുള്ള ഡൗട്ടിൽ 2 ബസ് കയറാൻ വേണം, ഫുൾ ടിക്കറ്റ് അടിക്കാൻ വേണം. അതിനെക്കാട്ടി അല്ലാതെ ഒറ്റ അടിക്ക് ഒരു ഓട്ടോ വിളിച്ച് പോകണമായിരിക്കും നല്ലത്. ഫുഡ് ഐസ്ക്രീം ആടിയത്? ഫുഡ് ഐസ്ക്രീം ഒന്നും അല്ല ഇത്. ആരുടെ ഐസ്ക്രീം ഒക്കെ ആർക്കും ഉണ്ടല്ലോ. അടുത്ത് തിന്നുകൊണ്ട് നടക്കുകയാണ്. ഒരു മിനിറ്റ്, ബുക്ക് ഇവിടെ ഇതായിട്ടൊന്നുമില്ല. ഗൈസ്, ഇനി കോളേജിൽ അപ്പൂപ്പന്റെ അടുത്ത് പറയണം നമ്മളെ ഇറക്കി വിടണമെന്നൊക്കെ. എങ്കിലേ ഇറക്കി വിടത്തുള്ളൂ. ഇറക്കി വിടത്തില്ല എന്ന് പറയുവാണെങ്കിൽ നമ്മൾ അപ്പോഴേ തിരിച്ച് പാർവതി മിസ്സിനെ വിളിച്ചാൽ പാർവതി മിസ് പറയും ഇത്രയും നാൾ എവിടെ പോയിരുന്നെന്ന് ചോദിക്കും. അസൈൻമെന്റ് കൊടുക്കാതെ. ഐസ്ക്രീം ഞമ്മിക്കൊണ്ടിരുന്ന എന്റെ അടുത്ത് തന്നെ പറയണം. എനിക്ക് തിന്നിട്ട് പോയാ പോരെ? തിന്നിട്ട് പോവാ. നമ്മൊരു മര്യാദ ഉണ്ട്. ബ്രെയിൻ ഫ്രീസ്. ഇവിടെ ഉണ്ടല്ലോ എനിക്കൊരു ഇച്ചിരി ആയിട്ട് തരുന്ന അവളങ്ങനെ അവള് ദുഷ്ടയായി കൊച്ചു. ഓരോ ലെയറായിട്ടിരിക്കും. ഞാൻ ഇങ്ങോട്ട് തരണം. കമ്പനിക്ക് വന്ന നഷ്ടമാണല്ലേ. ആ തിന്നോട്ട്. ഇവളെ കൊണ്ട് എവിടെ പോവാൻ പറ്റത്തില്ല ഗൈസ്. രണ്ടും നമ്മളെ മുടിപ്പിക്കും ഇവളുമാരെ കൊണ്ട്. ഇവളുമാരെ കൊണ്ട് പറയുമ്പോ ഞാനും അല്ലെങ്കിൽ അവളോ ആവത്തില്ലേ. ഇവള് പോക്ക. ഗൈസ്, നമ്മൾ അപ്പൂപ്പന്റെ അടുത്ത് ചോദിക്കാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മളെ ഇറക്കി വിടാം എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളെ കയറ്റി വിട്ടിരിക്കുകയാണ്. എല്ലാരും ബേൽപൂരി മസൽപൂരി എല്ലാ പൂരിയും വാങ്ങിച്ചേക്കോ. എല്ലാരും ഇവിടെ ഉണ്ടാക്കി. നീ എന്താണ് ഇവിടെ? ഇല്ല, ഞങ്ങള് തീർന്നു. നീ എന്താ ഇന്നിവിടെ? ഞങ്ങള് ബേൽപൂരി കൊടുക്കാമെന്ന്
ഇവിടെ വന്നപ്പോഴും നമ്മൾ ആ സത്യം മനസ്സിലാക്കി. പിള്ളേർക്കൊക്കെ ഇന്ന് ഫുഡ് ഫെസ്റ്റ് ആണ്. ഫുഡ് ഫെസ്റ്റ് ആരുടെ വക? NSS. ആണോ? NSS വരി വിളിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ അസൈൻമെന്റ് ഒക്കെ വെച്ച് നമ്മൾ ഇറങ്ങുകയാണ്. അതെ ഗൈസ്, നമ്മൾ എല്ലാം എഴുതിയ നമ്മൾ ജൂലിയയിലേക്കാണ് പോകുന്നത്. നല്ല മാച്ച് കഴുകി വീഡിയോ ആണ്. ഇയാടെ കൊളാബ് എന്തിയേ? അത് ഇവളല്ലേ നോക്കണ്ടുള്ളത്. കൊളാബ് ഇടണേ. അതിന്റെ വീഡിയോ ഒന്നും വേണ്ടി ഇട്ടില്ല. പുതിയല്ല, പഴയ ഞങ്ങള് പഴയ വീഡിയോസിനകത്തല്ല ഞങ്ങള് കൊളാബ് ഇട്ടു. ഏതെങ്കിലും സീരീസ് എനിക്ക് അയച്ചു തരേണ്ടതാണോ? ഓക്കെ. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം പറയോ, നമ്മള് ഫയൽ കൊടുക്കാൻ പോയപ്പോ, അസൈൻമെന്റ് കൊടുക്കാൻ പോയപ്പം ഇവിടെ പറയാണ്, ദിവ്യ പറയണേ എന്താ ഇത് എടുത്തേന്ന്. അവള് കൊടുക്കാൻ നേരത്തെ പറയാം എന്താ ഇത് എടുത്തേന്ന്. എടുത്തേന്നുള്ളതിനാ എടുത്തേന്ന് പിടിച്ചേന്നുള്ളതിന് അവള് പറയാ എടുത്തേന്ന്. അതൊക്കെയാണ്. പക്ഷെ അത് ആ ഒരു സമയം ഞാൻ നിങ്ങൾക്ക് വീഡിയോ കട്ടില്ല, അല്ലാതെ അത് കിട്ടിയപ്പോ സീരീസിന്റെ ഊപ്പോട് വന്ന്. അതിന്റെ സാധനം മറ്റിലാണാത്ത വെക്കുന്ന, പക്ഷെ അത് പൊട്ടിട്ട പൂച്ച. ഗൈസ്, നമ്മൾ ഓട്ടോയിൽ പോവാന്ന് വെച്ചു. കൊല്ലോന്നി ജീപ്പിലുണ്ടോന്ന് ചോദിക്കുന്നു. ഗൈസ്, നമ്മൾ ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. ട്രെയിൻ. ഈ ID കാർഡ് വെച്ചിട്ട് നടക്കുന്നുണ്ട്. ബാഗ് വെച്ച് ഈ സൈഡിലെങ്ങാൻ വെച്ചാലേ. എടേ പുതിയ സ്റ്റോപ്പ് വന്നു കേട്ടോ. എന്റെ കണ്ണ് ഇങ്ങോട്ടാ പോയത്. താങ്ങത്തില്ല മോളെ. ഓ, ഞാനെങ്ങാണോ ആയിരുന്നെങ്കിൽ എനിക്കിത് വായിച്ചു തരാം. വിന്നർ കളക്ഷൻ കിടക്കാഴ്ച കേട്ടോ. എനിക്ക് ഈ കളറ് ദിവസമുള്ള എടുത്ത് വില കൂടുതലല്ല. ആക്ച്വലി ഞാനെങ്ങാണോ ഇവിടെ വന്നെടുത്തിരുന്നേ. ഇത് നോക്കിയമ്മ, ഇതൊരു ക്രീം ഷെയ്ഡാ. നീ ഇട്ട് നോക്കത്. എന്നാ ഇട്ടോ കട്ടെ. ഇല്ലോടും ഫ്രണ്ടിനൊന്നും ഇല്ലടേ. പക്ഷെ കൊള്ളാടി. എന്താ ഫ്രണ്ടി ഒന്നും ഇല്ലാത്ത അടി തുണിയുണ്ട്. പക്ഷെ കൊള്ളാല്ലേ ഇത്. ഉണ്ടാ ഉണ്ടാ പെണ്ണിന് സൈസ് ഇല്ലടേ. 1.41 40 വരെ ഉള്ളു. ബാഗ് ആയി വന്നേ. ദാണ്ട് ഈ കറുത്ത ബാഗ് വേണോ നോക്കിയ. ചെറുതാക്കും. അങ്ങനത്തെ മോഡലാ. ചെറുതാക്കാൻ പറ്റത്തില്ല ഇത്. ചെറുതാക്കാൻ പറ്റൂലേ? ചെറുതാക്കാൻ പറ്റൂലേ? ചെറുതാക്കാൻ പറ്റൂലേ?
ഗൈസ് സാന്ദ്ര എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു ഉടുപ്പ് മേടിച്ചു തന്നു. സാന്ദ്ര ഒരു ഉടുപ്പെടുത്ത്, ദിവ്യക്ക് നമ്മൾ ഒരു ഉടുപ്പെടുത്ത്. ബട്ട് സ്റ്റിൽ ദിവ്യ ഇപ്പോഴും ഞാൻ നടക്കുവോ ഗൈസ്, കുറെ നേരമായി. ദിവ്യ ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. ഭയങ്കര കൺഫ്യൂഷൻ. എനിക്ക് ഈ ബ്ലാക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഗൈസ് എല്ലാരും ഡ്രസ്സുമായിട്ട് ഞാനിങ്ങനെ നടക്കുക. ഇതിന്റെ നമ്മൾ മെറ്റീരിയൽ അല്ലേ വാങ്ങിച്ച മെറ്റീരിയൽ റബ്ബറിന്റെ ഒരെണ്ണം അതെടുത്ത് വെക്കണം ചോറിന് പോകുമ്പോ. തന്നെ ഉണ്ട് മൊത്തം അഴുക്കായിരിക്കുക. എല്ലാവരും തേച്ച് കഴുകണം. ഇവിടെ ബിസിനസ് ഐഡിയ കേൾക്കണം നിങ്ങൾ. പറ. വേറെ സ്റ്റുഡിയോ ഇതാണത്. സ്റ്റുഡിയോ പോലെ വേറൊരു കട. എക്സാക്ട് സെയിം. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അതിന്റെ കൂടെ ഫുഡും കൂടെ ഉണ്ടെങ്കിൽ സൈഡിൽ ഫുഡിന്റെ കട. വാവ്, ഇതൊന്നും പൈസ ഇല്ല ഗൈസ്. ഭയങ്കര കോടികളുടെ ബിസിനസ് പ്ലാനിങ്ങാ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, എന്നാലല്ലേ അവരൂനും സാന്ദ്രക്കൊക്കെ പൈസ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മളെ വീഡിയോ കാണാൻ കൂടെ വേണം. കാണണം. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. എവിടാ? കല്ലിങ്ങോട്ടാ? കല്ലിങ്ങാട്ട് നീതി. ഇതിങ്ങനത്തെ ഞാനേ രണ്ടൊന്നും ബില്ലടിക്കാം. ഗൈസ്, ഈ പൂക്കിക്ക് വേണ്ടി ഞാൻ ഷൂ ഇതാണ് പറയുന്നത്. അവൾ അങ്ങനെ എവിടെയോ പോവാണ് ഗൈസ്. അറിയാൻ പോണു. ഓ അതായിരുന്നു ഒന്ന് സ്പ്രേ നോക്കട്ടെ. നീ എവിടെ എന്തിന്റെയാണോ ദൈവമേ താങ്ങടിയിലെ സ്പ്രേ മണപ്പിച്ച് നോക്കിയത് എനിക്കറിയാം. നമുക്കൊന്ന് ലിപ്സ്റ്റിക് ഇട്ട് നോക്കിയൊക്കെ വേണ്ടായിരുന്നു. കൊള്ളായിരുന്നു അല്ലേ? ചെറുതാണ്, ഇട്ട് നോക്കാം. അഫോർഡബിൾ. ഇത് കണ്ട നമ്മള് കാഴ്ചനെ കാണിച്ചിടും. മുട്ടായി ലിബാം. ഇതാണ് ഗൈസ് മുട്ടായി ലിബാം. കണ്ടോളൂ. തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റത്തില്ല. ദോശയോ എന്തോന്നു? ദോശ ഗുളിയ ടൈപ്പ് ലിപ്സ്റ്റിക്. പൂക്കിമാർക്കുള്ളതാണ്. ഗൈസ് ആന്ധ്ര ബില്ലടയ്ക്കുന്ന ഗൈസ് സാന്ദ്രയുടെ കസിൻസ് അല്ല, ഒരു കസിനെ ബാക്കി നിൽക്കുന്ന അപ്പം വേറെ ആരാണ്? അത് ഒരു കസിനുള്ളു. ഇത് എന്തോ ഒരു സാധനം മേടിക്കാന്ന് വെച്ചപ്പോ അതെങ്ങനെയായി ഇങ്ങനെ പിടിച്ച് നടക്കണം ഗൈസ്. ഇങ്ങനെ ബാഗിലിരുന്നേടി ഇങ്ങനെ കൊടുത്തു കൊടുത്തില്ലേ? ഇത് കൊള്ളാം. അത് മേടിക്കാൻ പോവാ. അടിപൊളി ക്യൂട്ടിക്സ് ഞാൻ പറഞ്ഞ അവളെ മേടിക്കാൻ പറഞ്ഞു. കൊള്ളാം. ഇത് പക്ഷേ ഈ സംഭവം ഉണ്ടായിരുന്നു. ടൂറമ്മ കൊണ്ടുപോവാം. നമ്മൾ അങ്ങനെ പൈസ കടച്ചതിന് ശേഷം ഇറങ്ങുകയാണ്. ദിവ്യ എനിക്ക് ഊട്ടസ് പിടിച്ചു. ഇതാണ് കളർ.
കൊറേ ഓൾറെഡി ഫ്രീ ആയിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഞാനൊക്കെയുള്ള കൊച്ചാണ്. അയ്യോ ബസ് നമുക്ക് ഓട്ടോയിൽ പോവാം കോളേജ് ജംഗ്ഷനിൽ. അല്ലാതെ പോവാം. കോളേജ് ജംഗ്ഷനിൽ പോയിട്ട് നമുക്ക് അങ്ങനെ പോവാം. കേറ്. ആര് കൊടുക്കും പൈസ? ജിപേയിലില്ല പൈസ. ജിപേയിലില്ല. എന്റെ ജിപേയിലുണ്ടോ പൈസ? നിന്റെ കയ്യിലുണ്ടോ പൈസ? ഞാൻ ഇപ്പൊ എടുത്ത് കൊടുത്ത്. അതാ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഈ ക്യൂടെക്സ് മേടിച്ചു. ജിപേയിലുള്ള പൈസ. നമ്മൾ വീണ്ടും അങ്ങനെ ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. ഭ്രാന്തിക്കോലമായി നമ്മൾ കോളേജ് ജംഗ്ഷനിലോട്ട് വീണ്ടും പോകുകയാണ്. കോളേജ് ജംഗ്ഷനിൽ പോയിട്ട് വേണം പിന്നെ വീണ്ടും പള്ളിമുക്കി പോയി 2 ഫ്രെയിം എടുക്കാറുണ്ട്. ഞാൻ കോളേജിൽ നേരെ പോയ കോളേജിൽ നേരെ പോവാം. ഞാൻ പോകണം. നമ്മൾ പള്ളിമുക്കി ഇറങ്ങും. വീട്ടിൽ തരുമോ? നീ വീട്ടിൽ പോവാ. അതാ അതൊക്കെ പറഞ്ഞാലിപ്പോഴേ നാട്ടുകാരത്തെ കാണട്ടെ. നാട്ടുകാരെന്താ എനിക്ക് സ്പോൺസർ ചെയ്തു ഒരു ഉടുപ്പ്. ടൂറിനാകുമ്പം കൊച്ചിട്ടോണ്ട് വരും. തണുപ്പത്തിടും. ഇതവണ എല്ലാം നേരത്തെ നേരത്തെ എല്ലാരും വകയും വണ്ടി. അതുകൊണ്ടെന്താ നിന്റെ ബർത്ത്ഡേക്ക് കാണിക്കായിട്ട് കഴിഞ്ഞു. ഇതാടാ ഇത് ഗേഡ്രാമീന്ന് ഇറങ്ങി വന്നേടാ. കേഡ്രാമീന്ന് എന്നുവെച്ചാ എന്താ? ഗേഡ്രാമയിലൊക്കെ അല്ലേ ഇങ്ങനെ പെണ്ണുങ്ങളെ കാണുന്നു വണ്ടി ഇറക്കുന്നു. ഗൾഫിലൊക്കെ അങ്ങനെ ആയിരിക്കും. ഗൾഫിലാണോ അങ്ങനത്തെ നിയമം? അങ്ങനല്ല ഇവിടെ. എന്ത് കഴിക്കാൻ പോന്നെ? അൽഫാം കുഴിമന്തിയാണ് കഴിക്കാൻ പോകുന്നത്. നീ ഇവിടെ വന്നിട്ടുണ്ടോ? അവിടെ എത്ര പ്രാവശ്യം അച്ഛനുമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചേച്ചിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്തുമായിട്ട് വന്നപ്പോ അകത്തായിരുന്നു. ആദ്യം അവനായിട്ടല്ലേ നമ്മള് വന്നിവിടാ? അല്ല അച്ഛനായിട്ട്. ഞാൻ ആദ്യം അവന്റെ വന്നത്, പിന്നെയും ചേച്ചിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ വെറൈറ്റി സാധനങ്ങളൊക്കെ സെയിം സ്ഥലത്തായിരുന്നു ചേച്ചിയായിട്ട് വന്നപ്പോ. ഇവിടെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്, അതറിയാമോ? അതുപോലെ കബാബ്, ചിക്കൻ കബാബ്. ഞാൻ മറ്റേ സൗത്ത് സൈഡ് കണ്ടിട്ടുണ്ട്. വിശന്നൊരു കണ്ണൊക്കെ ഇരിക്കുന്ന ഞാൻ ഒരുപാട് നടക്കാൻ പോലും അറിയാതെയാണ് വന്നത്. ഒട്ടും വയ്യടി മുത്ത. ബൈക്കിനകത്തൊക്കെ എപ്പോഴും നടക്കുക. വിശന്നിട്ട് കണ്ണാണാ വയ്യ. സത്യം പറഞ്ഞ നമ്മളെ വീട്ടിൽ നിന്ന് എത്ര മണിക്ക് ഇറങ്ങിയ? നമ്മള് 11:30 കഴിഞ്ഞപ്പോ ഇറങ്ങി. 2 മണിയൊക്കെ ആകുമ്പോ വീടെത്തുന്നു. ഇവത്തെ സമയത്താണ് 1 മണിയൊക്കെ ആകുമ്പോ എത്തുന്നൊക്കെ വിചാരിച്ചു. മണിയായി. പിന്നെ അവക്ക് ഡ്രസ്സ് എടുക്കുന്ന ഇത്ര ലേറ്റ് ആവും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അവിടെ പോലും ഓടുന്നു, ഇപ്പുറത്തോട്ട് പോലും ഓടുന്നു. അവസാനം ഇട്ട് തന്നെ അവള് എടുത്ത് ഒരെണ്ണം ഇട്ട് നോക്കി. മറ്റേ ബ്ലാക്കും കൂടി ഇട്ട് നോക്കി അല്ലേ? ബ്ലാക്ക് ഇട്ട് നോക്കിയിട്ട് അത് ആദ്യമേ എടുത്തിട്ട് തന്നെ അവളെ എടുത്തത്. പക്ഷെ ബ്ലാക്ക് കൊള്ളായിരുന്നു. എനിക്കാണെങ്കിൽ കടയിൽ പോയാൽ 4-5 സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പോകും. എന്നിട്ട് എല്ലാം ഇട്ട് നോക്കി ഫോട്ടോ എടുക്കും. എന്നിട്ട് ഫോട്ടോ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ പക്ഷേ എങ്ങനെ എന്റെ കണ്ണിലൊരെണ്ണം പെടും. പിന്നെ ബാക്കി എത്ര നോക്കിയാലും എനിക്ക് ഇഷ്ടപ്പെടുത്തില്ല. ഞാൻ ആ ബ്ലാക്ക് തന്നെ അങ്ങനെയാ നോക്കുന്നത്. എനിക്ക് ഇട്ട് നോക്കാം. എനിക്ക് ഒന്നാമത്തെ കാര്യം ഇട്ട് നോക്കാൻ വയ്യ. ഇട്ട് നോക്കി മേടിക്കത്തോളൂ. എങ്കിലും നമുക്ക് അറിയാൻ പറ്റും കറക്റ്റ് എങ്ങനെയാണെന്നുള്ള. ഇടി ഞാനിപ്പോ ഒരു കടയിൽ ചെന്നാൽ എനിക്ക് പോരാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ അതിനകത്ത് തന്നെ ഇതാക്കത്തുള്ളൂ. വേറെ ഒന്നും നോക്കാൻ പോകത്തില്ല. നോക്കിയാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാൻ അങ്ങനെ ഇടയിൽ അമ്മയായിട്ടാകുമ്പോൾ ഒരു 4-5 സെലക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഒറ്റയടിക്ക് പോയി എല്ലാം മാറി ഇട്ട് നോക്കും. എന്റെ അമ്മ പക്ഷെ എല്ലാം ഇടിപ്പിക്കും. എന്നിട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഇടിപ്പിക്കും. ചിപ്പിക്കിടാൻ ഞാൻ ഇഷ്ടം. എനിക്ക് ഇഷ്ടമല്ല. ഞാനും ചിപ്പിയൊക്കെ ഇട്ട് നോക്കിയോണ്ട് കറക്റ്റ് സൈസ് അറിയാൻ പറ്റും. പക്ഷെ ഇത് മീഡിയം ആയിരുന്നു. ഇത് വലുതായി അതിച്ചിരി അടിച്ചാൽ മതി. അടിക്കണം. പക്ഷെ അതിന്റെ തുണിയുടെ മെറ്റീരിയൽ കൊള്ളാം. തിളക്കും. കുഴപ്പമില്ല. എക്സൽ ആയതുകൊണ്ട് എനിക്കും കൂടി ഇടാം. അടിക്കും എന്റെ അളവ്. അല്ല എന്നിട്ട് ഞാൻ കഴിക്കും. കുഴപ്പമില്ല.
തിരിച്ചടിച്ചോണ്ട് തന്നാ മതി. അതെ അതെ. പറഞ്ഞ നമ്മളിവിടെ ഒരു മാത്രമായിട്ട് കയറുന്ന വലിയ അറിയുന്ന തോന്നല്ലേ. നമ്മൾ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മള് ലക്ഷ്മിയിലൊക്കെ അല്ലേ എപ്പോഴും കയറുന്ന. ലക്ഷ്മി കയറും, പിന്നെ അവിടെ നോക്ക് നമ്മളെ ബഡ്ജറ്റ് എത്ര രൂപ ഉണ്ടോന്ന് നോക്കും, എന്നിട്ട് നമ്മള് ചെയ്യത്തോളൂ. നമ്മളങ്ങനെ കൊള്ളാം ഗൈസ്. കൈ മുറിക്കുന്നുണ്ട്. വീക്ഷിക്കുന്നുണ്ടായിരിക്കും. ആദ്യം ഇതൊക്കെ പോകുമ്പോൾ എത്തി കഴിക്കും. ഈ വിഷമിട്ട് എനിക്ക് ഇത്ര വിശക്കുന്നതാണ്. ഞാൻ കഴിച്ചിട്ട് ഞാൻ ഛർദിച്ച നീ ഛർദിച്ച പിന്നെ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ബോധം കിട്ടുന്ന വീഴല്ലേ മോളെ. ഇതിന്റെ എടുക്കാളത്ര അങ്ങനെയില്ല. സീരിയസ്ലി ജിമ്മിലൊക്കെ പോണവളാ, എന്നെ എടുക്കാൻ പോയി. പുഷ്പം ഒരു തന്നെ പുഷ്പോ എന്നെ കുറച്ചും കൂടെ ഇത് ഉള്ളൂ. പുഷ്പം പോലെ എടുക്കാറില്ല എന്നെക്കൊണ്ട്. ഈ സാധനം വേണ്ടേ? അതെനിക്കിഷ്ടല്ല. കുളത്തിലേക്ക് ടൊമാറ്റോടെ എനിക്കിഷ്ടല്ലത്. സത്യം പറഞ്ഞാൽ എനിക്ക് തിന്നാൻ പോലും തോന്നില്ല. അത് ഈ വയറ് നമ്മൾ കഴിക്കുന്നതുകൊണ്ടാണ്. പോയണ്ടാണ് ചൂടാണ്. ഇതിന്റെ കോമഡി എന്താന്ന് വെച്ചാൽ ദിവ്യ ഇത് കാണുമ്പോ അവളെങ്ങനെ സഹിക്കും. അത് ശരിയാ. ദിവ്യയുടെ ഫേവറേറ്റ് മന്തിയാണ് ഗൈസ്. അത് കാവേരി കയറി കഴിച്ചെന്ന് പറഞ്ഞാൽ അവള് തല തട്ടി ചാവുള്ളൂ. മാത്രല്ല സ്റ്റോറിയുടെ അവളുടെ മനസ്സ്. സത്യം ഇത്രയും നേരം അവള് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, വീട്ടിൽ പോയി നമ്മള് കഴിച്ചോളൂ. ചോറ് മീൻ കറിയും. വയറിനെന്തൊരു സുഖം. ആ ചൂടങ്ങോട്ട് ഇറങ്ങുമ്പോ സത്യം വിശന്നു. നമ്മൾ രാവിലെ കഴിച്ചു തുടങ്ങിയതാ. ഞാൻ ഒരു ദോശ കഴിച്ചു, ഒറ്റ ദോശ. കുറച്ച് മയോണൈസ്, മയോണൈസ് ഒക്കെ കൊണ്ടുവരുന്നു. എനിക്കറിയത്തില്ല. എന്നെ കൊണ്ട് പേടിപ്പിക്കണേടി ചേട്ടൻ. കുറച്ച് ദിവസങ്ങളാണ് നമുക്ക് അതിന് മേടിക്കാം. അങ്ങനെയാണ് ഞാൻ 100 രൂപ ഇട്ടാ മതിയായിരുന്നു അക്കൗണ്ടിൽ. മേടിച്ച് പറയാം. ഗായത്രി പറയുന്ന പോലെ കുറച്ച് ഇവിടുന്നൊക്കെ ഇങ്ങനെ എടുത്ത്, ഭയങ്കര ചൂട് എങ്ങനെ എടുക്കും. കുറച്ച് ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് മയോണൈസിലേക്ക് ഇങ്ങനെ തൊട്ട് ചോറിനോട്ട് വെച്ച് വയറ് നല്ല വിശന്നിരിക്കുന്നുണ്ട്. നല്ല എനിക്ക് മതി. നമ്മൾ തിന്നിട്ട് വരാം. അങ്ങനെ നമ്മൾ തീർത്തിരിക്കുകയാണെങ്കിൽ തിന്നാൻ വയ്യാന്നൊരു മാറ്റി പാർസൽ എടുത്തു. എനിക്കാണെന്ന് വയ്യ. കഴിഞ്ഞായിട്ട് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇട്ടങ്ങ് തകർക്കുവാണ്. കുറഞ്ഞു ഭയങ്കര വീട്ടിലായിട്ട്
ശേഷം ഇത്രയും രൂപയ്ക്ക് ഫുഡ് കൊറേ നാളിന് ശേഷമാണ് നമ്മൾ രണ്ടുപേരും ഇങ്ങനെയുള്ള കടകളിൽ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടോ? നമ്മൾ ഇങ്ങനെ പോയി ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് മന്തി കഴിക്കാൻ വരുന്നത്. അതൊക്കെ ഒരു വൈബല്ലേ? അതെ അതെ, ഇതാണോ ഫുൾ ഗൾഫ് വൈബാണ് ഇവിടെ. ഒമാൻ ടൈപ്പ് ആണോ അവിടെ? ഒമാൻ ടൈപ്പ് അല്ലേ? ഒമാൻ ടൈപ്പ് ഒന്ന് പറയാം, പക്ഷെ വേറെ എവിടെയും കിട്ടാം. ഗൈസ്, നമ്മളങ്ങനെ തിരിച്ചു പോകാനായിട്ട് ബസ് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇവക്ക് ഗ്യാസ് കയറിയിരിക്കുന്നോണ്ട് ഞാൻ തടപോലെ അടിച്ചു കൊടുക്കുക. പിന്നെ കൊച്ചു പിള്ളേരൊക്കെ തോളയിട്ട് അടിക്കത്തില്ലേ, അതാണെങ്കിൽ നമ്മളിങ്ങനെ പള്ളിമുക്ക് വയസ്സായി. ഇവക്ക് എത്ര വയസ്സായി? ഇപ്പൊ 19 വയസ്സേ ഉള്ളു. ഒന്ന് ആലോചിക്കണം, 10-39 വയസ്സാകുമ്പോ ഇവിടെ അവസ്ഥ. എനിക്കിങ്ങനെ ഗ്യാസ് കയറും. അമ്മായി അപ്പുറമാ. അമ്മയ്ക്കൊക്കെ പിന്നെ ഇപ്പഴാണെങ്കിലും പറയാം, എനിക്ക് 19 വയസ്സേ തുടങ്ങി. ഇപ്പോഴും അതെന്തേലും പറയുമ്പോ അമ്മമാര് പറയുന്നത് നിനക്കൊക്കെ ഇത്ര വയസ്സേ ഉള്ളൂ, ഇപ്പോഴേ ഇങ്ങനെ. അപ്പൊ അങ്ങനെ ആയിരിക്കും ഉള്ളതാ. കല്യാണത്തിന് വീഡിയോ വല്ലതും എടുത്തായിരുന്നോ? കല്യാണത്തിലേക്ക് എടുത്തായിരുന്നു, അത് എഡിറ്റ് ചെയ്യുമായിരുന്നു. ബസ്സില്ല ഗൈസ്. പക്ഷെ നമ്മളിങ്ങോട്ട് വരാൻ നേരത്തൊരു ഫാസ്റ്റിങ് പോയി, ഇച്ചിരി കൂടെ ഇറങ്ങിയിരുന്നെങ്കിൽ ഫാസ്റ്റ് കിട്ടി പോയത്. നമ്മള് പ്രണവ് മോഹൻലാലിന്റെ ഡ്യൂപ്പിനെ കണ്ടോ നിങ്ങൾ? പക്ഷെ അങ്ങനെ കാണിച്ചാൽ കൊള്ളത്തില്ല. അല്ല, കുനിഞ്ഞിരിക്കും. പക്ഷെ ആ ഒരു ആംഗിൾ മാറി കേട്ടോ പുള്ളിക്കാരൻ. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി. അപ്പൊ ഗൈസ്, നമ്മൾ വീട്ടിൽ പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.